ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങിയിട്ട് ഒരു രാജ്യം വീണ്ടും വീണ്ടും ഇന്ത്യയുടെ വാതിൽക്കൽ എത്തുകയാണ്. പുതിയ ആയുധങ്ങൾക്കായി, പുതിയ സാങ്കേതിക വിദ്യയ്ക്കായി, പ്രതിരോധ രംഗത്തെ പുതിയ സഹകരണത്തിനായി. ആ രാജ്യം മറ്റാരുമല്ല, അർമേനിയയാണ്. ഒരു കാലത്ത് ലോകത്തിലെ വലിയ ആയുധ വിപണികളിൽ ഇന്ത്യ പ്രധാനമായും വാങ്ങുന്ന രാജ്യമായിരുന്നു. എന്നാൽ ഇന്ന് ആ ചിത്രം മാറുകയാണ്. ഇന്ത്യ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം മാത്രമല്ല, മറ്റു രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ നൽകുന്ന രാജ്യം കൂടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമാണ് ഇന്ത്യയും അർമേനിയയും തമ്മിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രതിരോധ ബന്ധം. അർമേനിയ വീണ്ടും വീണ്ടും ആയുധങ്ങൾക്കായി ഇന്ത്യയെ തേടിയെത്തുകയാണ്. ഉപയോഗിച്ച ആയുധങ്ങൾ ബോധിച്ചു. ഇന്ത്യയുടെ വിശ്വാസ്യത ഏറുന്നു. വാങ്ങുന്ന പണത്തിന് ഒത്ത മൂല്യമാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ നൽകുന്നത് എന്ന് ഉപയോഗത്തിൽ നിന്നും ബോധ്യമായതോടെയാണ് അർമേനിയ ഇന്ത്യയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ തേടാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും തുർക്കിയുടെ പിന്തുണയുള്ള അസർബൈജാനെ വിറപ്പിക്കാൻ അർമേനിയ ഇന്ത്യയുടെ മിസൈൽ വാങ്ങാനുള്ള ചർച്ചയിലാണിപ്പോൾ. ഇന്ത്യയുടെ ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വാങ്ങി ഉപയോഗിച്ചത് അർമേനിയയ്ക്ക് നന്നെ ബോധിച്ചിട്ടുണ്ട്. കാരണം വാങ്ങുന്ന പണത്തിന് ഒത്ത മൂല്യമാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ നൽകുന്നത് എന്ന് ഉപയോഗത്തിൽ നിന്നും അവർക്ക് ബോധ്യമായിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ തേടാനും അർമേനിയ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് അർമേനിയ വീണ്ടും വീണ്ടും ഇന്ത്യയെ തന്നെ തിരഞ്ഞെടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യൻ ആയുധങ്ങളിൽ അർമേനിയ ഇത്രയധികം വിശ്വാസം കാണിക്കുന്നത്? അതിലും വലിയ ചോദ്യം, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ ഇത്ര വേഗത്തിൽ മാറ്റിമറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന് എങ്ങനെ സാധിച്ചു? ഇത് വെറുമൊരു ആയുധ കച്ചവടത്തിന്റെ കഥയല്ല. ഇതിനു പിന്നിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ തന്ത്രപരമായ ചിന്തയും ആത്മനിർഭർ ഭാരതും, മേക്ക് ഇൻ ഇന്ത്യയും, ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന്റെ വളർച്ചയും, ലോകത്തെ ആയുധ വിപണിയിൽ ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ വിശ്വാസ്യതയുമുണ്ട്. അർമേനിയയുടെ കാര്യത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടുത്തെ സുരക്ഷാ സാഹചര്യമാണ്. അസർബൈജാനുമായുള്ള സംഘർഷവും തുർക്കിയുമായുള്ള അസർബൈജാന്റെ അടുത്ത ബന്ധവും അർമേനിയയ്ക്ക് സ്വന്തം പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തേണ്ട സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അർമേനിയ തന്റെ ആയുധം വാങ്ങൽ നയം തന്നെ മാറ്റുകയാണ്. ഒരേ ഒരു രാജ്യത്തെ ആശ്രയിക്കുന്നതിന് പകരം പല രാജ്യങ്ങളിൽ നിന്നും സാങ്കേതിക വിദ്യയും ആയുധങ്ങളും സ്വന്തമാക്കുന്ന രീതിയിലേക്ക് അർമേനിയ നീങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ അർമേനിയയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കാളിയായി മാറുന്നത്. 2026 ഇരു രാജ്യങ്ങളും സൈനിക പരിശീലനം, സാങ്കേതിക സഹകരണം, പ്രതിരോധ ഗവേഷണം, സംയുക്ത വികസനം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അർമേനിയ ഇന്ത്യയിൽ നിന്ന് ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം, പിനാക്ക റോക്കറ്റ് സംവിധാനം തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം സ്വന്തമാക്കിയിട്ടുണ്ട്. 2026 ഫെബ്രുവരിയിൽ അർമേനിയയിൽ സൈന്യം ഇന്ത്യൻ നിർമ്മിത ആകാശ് പിനാക്ക സംവിധാനങ്ങൾ പരസ്യമായി പ്രദർശിപ്പിച്ചതും വലിയ ശ്രദ്ധ നേടിയിരുന്നു. ഇവിടെ നിന്നാണ് ഇന്ത്യയുടെ കഥ തുടങ്ങുന്നത്. ഒരു രാജ്യത്തിന് ആയുധം വിൽക്കുന്നത് വലിയ കാര്യമല്ല. ലോകത്ത് നിരവധി രാജ്യങ്ങൾ ആയുധം വിൽക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ വാങ്ങിയ ആയുധത്തിനു ശേഷം അതേ രാജ്യം വീണ്ടും അതേ വിതരണക്കാരനെ സമീപിക്കുന്നത് മറ്റൊരു വലിയ കാര്യമാണ്. കാരണം പ്രതിരോധ മേഖലയിലെ വാങ്ങലിൽ പണം മാത്രം നോക്കിയല്ല രാജ്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. അതിൻ്റെ വിശ്വാസ്യത, പരിപാലനം, പരിശീലനം, സ്പെയർ പാർട്സ്, സാങ്കേതിക പിന്തുണ, യുദ്ധഭൂമിയിലെ പ്രകടനം, ഭാവിയിലെ ലഭിക്കാനിരിക്കുന്ന അപ്ഗ്രേഡ് എന്നിവയെല്ലാം നോക്കിയാണ്. അതിനാൽ അർമേനിയയുടെ ഇന്ത്യയിലേക്കുള്ള ഈ തുടർച്ചയായ തിരിഞ്ഞുനോട്ടം ഇന്ത്യക്കൊരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ ഒരു വിശ്വസ്തത രൂപപ്പെടുകയാണ്. ഇവിടെ മോദി സർക്കാരിന്റെ പങ്ക് പറയാതെ ഈ കഥ പൂർത്തിയാകില്ല. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ പ്രതിരോധ നയത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്താണ്? ഇന്ത്യ ഇനി വാങ്ങുന്ന രാജ്യം എന്ന നിലയിൽ മാത്രം വിൽക്കരുത്, നിർമ്മിക്കുന്ന രാജ്യമാകണം, അതിലും മുന്നോട്ട് പോയി വിൽക്കുന്ന രാജ്യം ആകണമെന്ന ചിന്തയാണ്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് പ്രതിരോധ ഉൽപാദനത്തിൽ സ്വകാര്യ മേഖലയെ കൂടുതൽ കൊണ്ടുവരിക, വിദേശ കമ്പനികളുമായി സാങ്കേതിക സഹകരണം വർദ്ധിപ്പിക്കുക, ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക, പ്രതിരോധ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക, ഇതെല്ലാം ചേർന്നാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഈ ഒരു ചിത്രം രൂപപ്പെട്ടത്. ഇതിൻ്റെ ഫലം ഒരു കണക്കിലും നമുക്ക് കാണാം. കാരണം ഒരിക്കൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി വളരെ ചെറിയ തോതിലായിരുന്നു. ഇന്ന് ഇന്ത്യ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രതിരോധ ഉൽപ്പന്നങ്ങളും സംവിധാനങ്ങളും കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയുടെ യഥാർത്ഥ പ്രത്യേകത എന്താണ്? അത് വെറും വില കുറഞ്ഞ ആയുധങ്ങൾ നൽകുന്നതല്ല.
ഇന്ത്യയുടെ പ്രത്യേകത വാല്യൂ ഫോർ മണി എന്ന ആശയത്തിനൊപ്പം സ്വന്തം സാങ്കേതിക വിദ്യയും വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവും ആവശ്യത്തിനനുസരിച്ച് സംവിധാനങ്ങൾ മാറ്റാനുള്ള സൗകര്യവും ദീർഘകാല പങ്കാളിത്തത്തിലുള്ള തയ്യാറെടുപ്പുമാണ്. ഇന്ത്യൻ പ്രതിരോധ വ്യവസായം ഇന്നൊരു ആയുധം വിൽക്കാൻ മാത്രം ശ്രമിക്കുന്നില്ല. ആയുധം, റഡാർ, കമ്മ്യൂണിക്കേഷൻ, ട്രെയിനിങ്, മെയിൻ്റെനൻസ്, അപ്ഗ്രേഡ്, റിസർച്ച് എല്ലാം ചേർന്ന ഒരു പ്രതിരോധ പങ്കാളിത്തമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി നോക്കൂ, ഒരു കാലത്ത് ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, ഫ്രാൻസിൽ നിന്നും, ഇസ്രായേലിൽ നിന്നും ആയുധങ്ങൾ വാങ്ങേണ്ടി വന്നിരുന്നു. എന്നാൽ ഇന്ന് ആ രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഇന്ത്യ സാങ്കേതിക വിദ്യയും സഹകരണവും സ്വീകരിക്കുന്നതിനൊപ്പം സ്വന്തം സംവിധാനങ്ങൾ വികസിപ്പിച്ച് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. ഇതൊരു രാത്രി കൊണ്ടുണ്ടായ മാറ്റമല്ല. 2014 ശേഷം ഇന്ത്യ മാറി. ഇന്ന് അർമേനിയ ഇന്ത്യയിലേക്ക് നോക്കുന്നു, നാളെ കൂടുതൽ രാജ്യങ്ങൾ നോക്കിയേക്കാം. കാരണം പ്രതിരോധ വിപണിയിൽ ഏറ്റവും വലിയ കറൻസി പണം മാത്രമല്ല, വിശ്വാസമാണ്. ഒരു രാജ്യം നിങ്ങളുടെ ആയുധം വാങ്ങി ഉപയോഗിച്ച് അതിനുശേഷം വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു സന്ദേശമുണ്ട്: നിങ്ങളുടെ ടെക്നോളജി ഞങ്ങൾക്ക് വേണ്ടി വരുന്നു. അത് ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നാണ്. ഇതാണ് മോദി സർക്കാരിന്റെ പ്രതിരോധ നയത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയവും തന്ത്രപരവുമായ നേട്ടവുമായി നമ്മൾ കണക്കാക്കുന്നത്. കാരണം ഇന്ത്യക്ക് സ്വന്തം ആയുധം നിർമ്മിക്കാൻ കഴിയുമോ എന്ന ചോദ്യം പതുക്കെ മാറിയപ്പോൾ ഇന്ത്യയുടെ ആയുധം ആരൊക്കെയാണ് ആകുന്നത് എന്ന ചോദ്യമായി. ഇതാണ് യഥാർത്ഥ മാറ്റം. ഒരു കാലത്ത് ഇന്ത്യ വിദേശ രാജ്യങ്ങളുടെ ആയുധം വാങ്ങാൻ പോകുകയായിരുന്നു. ഇന്ന് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നു. ഇത് വെറുമൊരു പ്രതിരോധ കയറ്റുമതി കഥയല്ല, ഇത് ഇന്ത്യയുടെ വലിയൊരു മാറ്റത്തിന്റെ കഥയാണ്. ഇത് ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ കഥയാണ്, ഇത് DRDOയുടെ കഥയാണ്, ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ കഥയാണ്. അതൊക്കെ കൊണ്ടാണ് അർമേനിയ വീണ്ടും ഇന്ത്യയെ തേടിയെത്തുമ്പോൾ ലോകം ശ്രദ്ധിക്കുന്നത്. പ്രതിരോധ ഗവേഷണത്തിലും സാങ്കേതിക സഹകരണത്തിലും ഇന്ത്യയുമായി കൂടുതൽ അടുത്തു വരികയാണ് പല രാജ്യങ്ങളും. ഇതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്: ഇന്ത്യ ഇനി ലോകത്തിന്റെ ആയുധ വിപണിയിൽ ഒരു കസ്റ്റമർ മാത്രമല്ല. ഇവിടെ മോദി സർക്കാർ മാത്രം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് പറയുന്നത് ചരിത്രപരമായി പൂർണ്ണമായ ഒരു ചിത്രമായിരിക്കില്ല. കാരണം ഈ കഴിവുകൾക്ക് പിന്നിൽ പതിറ്റാണ്ടുകളുടെ ശാസ്ത്ര സാങ്കേതിക പരിശ്രമമുണ്ട്. എന്നാൽ ആ കഴിവുകളെ ആത്മനിർഭർ ഭാരത്, പ്രതിരോധ കയറ്റുമതി, സ്വകാര്യ വ്യവസായ പങ്കാളിത്തം, ആഗോള തന്ത്രപരമായ ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിച്ച് വലിയൊരു ദേശീയ പദ്ധതിയായി മുന്നോട്ട് കൊണ്ടുപോയത് മോദി സർക്കാരാണ്. അതുകൊണ്ടാണ് അർമേനിയ പോലൊരു രാജ്യം ഇന്ത്യയെ വീണ്ടും വീണ്ടും സമീപിക്കുമ്പോൾ അതിനെ വെറും ഒരു ആയുധം വാങ്ങൽ വാർത്തയായി കാണാൻ കഴിയാത്തത്. ഇത് മാറുന്ന ഇന്ത്യയുടെ ഒരു സൂചനയാണ്. സ്വന്തം സുരക്ഷയ്ക്കായി ആയുധം വാങ്ങിയിരുന്ന ഇന്ത്യ ഇന്ന് മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കായി ആയുധം നൽകുന്നു. സ്വന്തം സാങ്കേതിക വിദ്യയ്ക്കായി വിദേശത്തെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം സാങ്കേതിക വിദ്യ ലോകത്തിനു മുന്നിൽ വയ്ക്കുന്നു. ഒരിക്കൽ ഇന്ത്യയെക്കുറിച്ച് ലോകം ചോദിച്ചിരുന്നത് ഇന്ത്യക്ക് എന്ത് വാങ്ങാനാകും എന്നായിരുന്നു. ഇന്ന് ചോദിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് എന്ത് വാങ്ങാനാകും എന്നാണ്. അതാണ് മാറ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ യഥാർത്ഥ ചോദ്യം അർമേനിയ എന്തുകൊണ്ട് ഇന്ത്യയെ തേടുന്നു എന്നത് മാത്രമല്ല, അർമേനിയ മാത്രം ഇന്ത്യയെ തേടുന്നുണ്ടോ? അല്ല. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ നോക്കിയാൽ അതിലും വലിയൊരു ചിത്രം നമുക്ക് കാണാം. റഷ്യ, ഇസ്രായേൽ, ഫ്രാൻസ്, ഇന്തോനേഷ്യ തുടങ്ങി പല രാജ്യങ്ങളും ഇന്ന് ഇന്ത്യയുമായി പ്രതിരോധ സഹകരണ കരാറിൽ ഏർപ്പെടാറുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു മാറ്റമാണ് നമ്മളുടെ പ്രതിരോധ മേഖലയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനം 1 ലക്ഷം കോടി എന്ന റെക്കോർഡ് ഉയരത്തിലെത്തി. അതായത് 5 വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന ശേഷിയിലുണ്ടായ മാറ്റം എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കൂ. എന്തായാലും ഇന്ത്യയുടെ ഈ വളർച്ച കാണുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പോലും ഒരു ചെറിയ അസൂയ തോന്നിയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. കാരണം ഒരു കാലത്ത് അമേരിക്കയും യൂറോപ്പും ലോകത്തിന്റെ ആയുധ വിപണിയെ നിയന്ത്രിച്ചിരുന്നപ്പോൾ ഇന്ന് ഇന്ത്യ സ്വന്തം ആയുധങ്ങൾ നിർമ്മിക്കുകയും ലോകത്തിന് വിൽക്കുകയും അതേസമയം അമേരിക്കയുമായി, റഷ്യയുമായും, ഇസ്രായേലുമായും ഒക്കെ തന്ത്രപരമായ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുകയാണ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നോക്കുമ്പോൾ വലിയൊരു നേട്ടം തന്നെയാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം ഇത് ഏറെ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖല നോക്കിയാൽ അർമേനിയ വീണ്ടും വീണ്ടും നമ്മൾ ഇന്ത്യയിലേക്ക് തേടി വരുന്നു എന്ന് പറഞ്ഞാൽ അത് ലോകത്തിൽ ഇന്ത്യക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരം തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.